നൈസ് ഗേൾസ് സർ. കേരള ഗേൾസ് സർ. 12, 13 സ്വീറ്റ് 70 നൈസ് ഗേൾസ്. You man, I thought. You got huts to stay? Yes. You got? What is that? We mean no rooms. Cottage like. Yes. Cottage. Huts. ITDC, KTDC. Kudile, Kadappuram. Everything ready. Cheap. Even cheap rooms. No much money. No rupee. See, you want only cheap cottage? Yeah. Only cottage. No room. 25 rupees day. 25 too much. I pay 20. Okay, 20. But 20 room only. No bathroom. No bathroom? No attached. You bath, see. Okay, let's go and see. Come. What do you want? Powder. Yes. You got powder. Yeah. What powder? Brown sugar. Original stuff. 250 rupees for cover. 1 gram. Good stuff. This fellow agent? Hey, agent. Yeah. Send him. Ask this guy to go. ബാക്കിയുള്ളവന് വല്ലതും തരേണ്ടി വന്നാലോ ഒന്ന് മേടിച്ചാ ഗോ. Send him away. ഇത് പിടി. ദന്തര് കാണിച്ചു നിന്റെ കമ്മീഷൻ. എന്റെ പട്ടിക്ക് നിന്റെ 10 ഉലുവ. ബിസിനസ് നടക്കുകയാണെങ്കിൽ അതിന്റെയും കൂടെ കമ്മീഷൻ അറിഞ്ഞിട്ട് നമ്മളൊന്ന് പിരിഞ്ഞാ മതി. അണ്ണന്റെ കൂന്ന് ചെല്ല്. ഇത് കൊടു. തൽക്കാലം ഇത് പിടി. നമ്മളൊന്ന് കൊത്തി നോക്കട്ടെ. ആദ്യം വല്ല നടക്കുന്നറിയട്ടെ. ആക്ച്വലി കാര്യമൊക്കെ കാര്യം. സംഗതി നടന്നിട്ട് ബാക്കിയുള്ളവനെ തഴയാൻ നോക്കിയാല് എല്ലാവരെയും ഞാൻ പോലീസിൽ പിടിപ്പിക്കും. പറഞ്ഞേക്കാം. ദേ ബിസിനസ് ഐ കമ്മീഷൻ. നോ യു പോലീസ് പിഗ് കസ്റ്റഡി പിഗ്. Get lost, idiot. ഒന്നും പറഞ്ഞില്ല. Be there, man. One more fella come, we go. I got no time to come for you only. Sit down. വരി. ഹലോ. സാറിന്റെ കാര്യമാണ് ഞങ്ങളൊന്ന് പറഞ്ഞത്. ഒരു VCRന്റെ സാധനമുണ്ട്. ഹിറ്റാച്ചി ഉണ്ടോ? ഡ്യൂട്ടി പേപ്പർ ഉള്ളതും ഇല്ലാത്തതോ? രണ്ടും ഉണ്ട്. പിന്നെ അറിയണ്ടായോ അത് ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോ? അതെ, നാഷണൽ ഉണ്ടോ? എന്റെ ചേട്ടത്തി നാഷണൽ ഉണ്ട്, സോണി ഉണ്ട്, സാനിയോ ഉണ്ട്, നിക്കറ്റാഷ ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്, തോഷബ ഉണ്ട്, സകല സൂത്രങ്ങളും ഉണ്ട്. പേപ്പർ ഉള്ളത് വേണേ അങ്ങനെ, ഇല്ലാത്ത വേണേ അങ്ങനെ. അല്ല, ഞങ്ങള് പാർട്ടിയുമായിട്ട് നേരിട്ട് കണ്ടപ്പോ ഒന്ന് സ്ഥലം വിട്. ഇവിടെ പാർട്ടി ഏജന്റ് ഒന്നുമില്ല. ഒന്നാമത് ഈ കട ചാല കമ്പോളത്തിൽ പോയി വില പേശുന്നത് പോലെ അണ്ണാക്ക് വയ്ക്കാവുന്ന ഒരു സ്ഥലമില്ല. എപ്പോഴും ചുറ്റും കണ്ണുള്ളതാ. ഇവിടെ വന്ന് നിന്നോണ്ട് ഇറ്റാച്ചി ഉണ്ടോ നിക്കിറ്റാഷ ഉണ്ടോ എന്നൊക്കെ വിളിച്ചു കൂവിയാലേ ബാക്കിയുള്ളവരുടെ പഴപ്പാ. ചെല്ല്. അതില്ലെന്നേ, ഇയാളിതെന്തോന്ന്? അല്ല, നിങ്ങൾ സാധനം എടുക്കാൻ വന്നതാണോ? ആണെന്നേ. ഏതാ? നാഷണലിന്റെ പേപ്പർ വേണ്ട. പക്ഷേ വിലയുടെ കാര്യം നമ്മൾ പറഞ്ഞത് ഇന്ന് ഞാൻ അവിടെ വെച്ചാ പറഞ്ഞതാ ഇവിടെ വന്ന് വില പേശരുതെന്ന്. ഇവിടെ അത് ഇഷ്ടമല്ല. അപ്പൊ ഓക്കെ, ഞങ്ങളുടെ കമ്മീഷൻ 500. ചേട്ടാ അത് പറഞ്ഞില്ലയോ? പറഞ്ഞു കൊടുക്കാം. ഇതു സായിപ്പ് ഒരു നിക്കോണിന്റെ ലെൻസ് വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുക. 1500 രൂപ കൊടുക്കും. അതൊന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് അവനെ കൂടെ ഇവരോടൊപ്പം വിളിച്ചോണ്ട് വീട്ടിലോട്ട് വരെ. 1500 പോരെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലോ? തൂക്കിയെടുത്ത് ആ കടലിലേക്ക് ഒരൊറ്റ വീശ്. ഹലോ കാന്തി, നീ ഇതിന്റെ കൂടെ പോരെ. വല്ലാത്തൊരു സ്ഥലം തന്നെ എന്റെ ഈശോയെ, കേട്ടിട്ടേ ഉള്ളൂ. ഞാനെന്നാ കടയിലോട്ട് ഇരിക്കട്ടെ.
വാ. ഇനി ഇരിക്കേ. യു കം. $1,500. Okay. ഗാന്ധി, ഓ ബെസ്റ്റ് സെറ്റാ. കിട്ടാൻ പാടാ ഈ സിസ്റ്റം. ലേറ്റസ്റ്റ്. അത് പറഞ്ഞാ മനസ്സിലാവണ്ടേ? എടുത്തേക്കട്ടെ. ആ 18. എന്തേലും കേടുണ്ടെങ്കിലോ? ഏ ഇവിടെ കൊണ്ടുവന്നാ മതി, ഒരു കേടും കാണില്ല. ഓ നിങ്ങളുടെയൊക്കെ പറച്ചില്ലല്ലയോ? പുറഞ്ചു, നിങ്ങൾ എന്നേരം ഞാൻ എടുത്തോളാം. വേണ്ട, അവനത് വണ്ടി കൊണ്ടുവച്ചേരും. ഓ എന്തിനാ, ഇത് എനിക്ക് എടുക്കാനുള്ളതല്ലേ അപ്പൊ ഉള്ളൂ. ഞങ്ങളുടെ ആ തരാന്നേ. മതി മതി മതി, ഇനിയെല്ലാം പുറത്ത് പുറത്ത്. അപ്പുറത്തോട്ട് വേണ്ട. അയ്യടാ, അങ്ങനെ ആക്കിയിട്ട് പോകാം. ചേടാ തരാമെന്ന് പറഞ്ഞാൽ തരില്ലേ? ഞങ്ങൾ എന്താ ഓടിപ്പോകാനോ മറ്റോ തുടങ്ങുന്നു? എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. നിങ്ങൾക്ക് ആ സാധനം ഞങ്ങളുടെ കയ്യിലോട്ട് തരാൻ ഒരു വിശ്വാസക്കുറവ് പോലെ കണ്ടു. ഹരി, What man? Eh? Why are you here? No, see Eh? you. I came to see you. Go. What? Those fellows, Huh? they'll ask me commission. I don't pay them commission. It's straight between you and me. Go. Straight deal. No commission. Go man. തൂക്കി മാറ്റട ഇയാളെ. ഗോ. അന്ന് ഇവന്മാര് വന്നു തുടങ്ങുന്ന ആ കലവ എരച്ചുള്ള ഒരു വരവായിരുന്നില്ലയോ അത്? അന്ന് കോവളമായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അല്ല, അപ്പൊ ഈ ആസയിലേക്കാരി? ആ അതെ, അവള് പറ്റിച്ച പണി. കണ്ണാശുപത്രിയിലെ എബ്രാം തോമസ് ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ കണ്ണ് രണ്ടും അന്ന് പോവേണ്ടതാ. ഒരു എബ്രഹാം തോമസ് ഡോക്ടറും ഉണ്ട്. അയ്യോ, എബ്രാം തോമസ് ഡോക്ടർ. ഇത് പറ, എവിടെ വെച്ചിരുന്ന? ദോ അവിടെ ലൈറ്റ് ഹൗസിന്റെ അപ്പുറത്തെ മടയുടെ താഴെ. അതോ ചന്നം പിന്നം ചാട്ടില്. പെണ്ണിനാണേൽ വട്ട്. പക്ഷേ പെണ്ണ് സ്വയം അത് പിന്നെ ഓസ്ട്രേലിയ ഇനമല്ലേ. പക്ഷെ വട്ട്. അല്ല, വട്ടെന്ന് എന്ന് പറഞ്ഞ നല്ല ചില്ല് മാതിരി തെരവന്നെറ്റുന്ന പാറപ്പുറത്തെ അവള് പെരുമാറുള്ളൂ. തെര വന്നടിച്ചോണ്ടിരിക്കണം. ആദ്യം കുറച്ചേരുമൊക്കെ ഞാൻ പറഞ്ഞ് വിലക്ക് നോക്കി. എവിടേക്കാ, പിന്നെ എപ്പോഴാന്ന് അറിഞ്ഞൂടാ അവള് തന്ന എന്തോ സാധനം വലിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എനിക്കും തെരയിലിറങ്ങണമെന്നായി. പിന്നെ എന്താ, വെളുക്കുന്നത് വരെ തെരെ തന്നെ വേണം. സംഗതി എല്ലാം ജോറയിൽ ജോറായിരുന്നു. നേരം വെളുത്ത് ഉറങ്ങി ഉണരുമ്പോ അവളും ഇല്ല, അഥവാ ഉണ്ടോന്ന് നോക്കാൻ എനിക്ക് കണ്ണുമില്ല. പറയട്ടെ, ഇനി വാപ്പ. എന്തുവാ ഇത്? എന്റെ ആശാനെ, വല്ല സായിപ്പന്മാരും കണ്ട പടം എടുത്തോണ്ട് പോവും. നിങ്ങൾ അറിയത്തില്ല. പോട്ട് വണ്ടി. അല്ലെങ്കിലേ
എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആരോ പറഞ്ഞു. ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. എന്നാലൊന്ന് അന്വേഷിക്കണ്ട അങ്കിളെ. കാര്യമായ തുക കിട്ടുന്ന പണി വല്ലതും തന്നില്ലെങ്കിൽ ചുറ്റിപ്പോവും. അന്വേഷിച്ചില്ലെങ്കിലും ഞാൻ നാളെ കാന്തിയെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നാളെ വർക്കല വരെ ഒന്ന് പോവാം. പിന്നെന്താ? അഡ്രസ്സ് തരാം. അവിടെ ഒരു ലതാ നിവാസിൽ സദാനന്ദം മുതലാളി അങ്ങേരുടെ മരുമോനൊരു വീഡിയോ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. കാശ് കൊടുത്ത് അതിങ്ങ് എടുത്തോണ്ട് വരണം. വെളുപ്പിനെ വിട്ടേക്കട്ടെ. വിട്ടോ. നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. 11:49 എടുത്തോ. വേണ്ട, ആ മുച്ചുണ്ടൻ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി ഞാൻ കയറത്തില്ല. ശരി, എങ്കിൽ ഈ മുച്ചുണ്ടന്റെ കയ്യിൽ നിന്ന് നീ കാറിന്റെ കീ വാങ്ങിച്ചോണ്ട് പോയിക്കോ. കഴിഞ്ഞില്ലേ? താങ്ക് യു. സാധനം വണ്ടി കയറ്റുന്നതിന് മുമ്പായിട്ട് അവിടുന്ന് കമ്മീഷൻ വാങ്ങിച്ചോണം. എന്ത് വാങ്ങിക്കണം? 1000 വാങ്ങിച്ചോ. അയ്യോ, രാത്രിയിൽ എങ്കിലൂടെ കാണത്തില്ല. കാണും. ഞാൻ വന്ന് അഡ്രസ് വാങ്ങിച്ചോളാം. Excuse me, just wait, I'll come. Okay. Okay. Give back the money. What's the matter? What's the matter? This guy's a fraud. He sells chalk powder. എന്താണ് രാവിലെ കടകളിൽ കിടന്ന് ചീള് കേസുകള്? ഞാൻ ഇന്നലെ അവന്മാർക്ക് ഒരു കവർ കൊടുത്തങ്ങളെ, അത് മുഴുക്കെ വലിച്ചു കയറ്റി വെച്ച് ഇന്നിപ്പോ അവന്മാർ എന്റെ പുറത്ത് തരാൻ തുടങ്ങുക. Hey, you leave him. Get lost, you idiot! You have no business. I have some business. It's my restaurant. You leave him first. Leave him. Mind your business. God, bastard! Within 24 hours, you'll have to leave this place, or you will be killed. എന്തിനാ 24 മണിക്കൂർ ഓടാൻ I'll give 24 hours to leave this place. Okay? This is Kovalam, no tricks here. Go. കടലിൽ താക്കണ്ടേ? ഇറങ്ങി വേളാ ചുണയണ്ടല്ലേ. ഇവിടെ വന്ന് ഓളാകണ്ട, അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ. എങ്ങോട്ട് പോണത്? സൂയിക്കാൻ തന്നെയല്ലേ വന്നത്. അടുത്ത സീസണിൽ നല്ല പയ്യന്മാരായിട്ട് വരി. ദിസ് ഈസ് കോവളം. അഭ്യാസം ഒന്നും വേണ്ട ഇവിടെ. ഓടാ. യുവർ ബോൺസ് വി ബ്രേക്ക്. കം ഓൺ ഡർട്ടി ഫെലോ. പാടാ, അടിക്കണേ അടിക്കാം. മര്യാദക്ക് ജീവിക്കാമെന്ന് വാക്ക് തരികയാണെങ്കിൽ എന്റെ സ്വന്തം റിസ്കിൽ ഒരു ഹട്ടെടുത്തെന്ന് താമസിപ്പിക്കാൻ വരണ. എങ്കിൽ കണ്ണാടി വഴി നിങ്ങളെയും തട്ടും. ഞാനൊരു ഷോയ്ക്ക് പറഞ്ഞല്ലേ.
എടാ നിന്നെ പോലെ തെക്ക് വടക്കിറന്ന് കടപ്പുറം എനിക്കല്ലാരടാ നിന്റെ പ്രായത്തിൽ ഞാൻ ആവതുള്ളപ്പോ കടലിൽ പോയി ദിവസവും 40-50 രൂപ ഉണ്ടാക്കിയവരാ ഞാൻ. അന്നത്തെ 50 വെച്ചാൽ ഇന്നത്തെ എത്രയാടാ? കണക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയണ. എന്തോന്നിത് പാതി രാത്രിയിൽ തന്തയും മോനും കൂടെ കുടിച്ചോണ്ട് വന്ന് കിടന്ന് പിടിക്കലടാ നീ. വേണ്ട ദേ ഇല്ലാവചനം പറയല്ലേ. നോക്ക് പണമുണ്ടോ? നീ ഒരു നല്ല വെള്ള ദേ വെച്ച് വീക്കി തരും ഞാൻ. മണക്കുന്നില്ലേലേ നീ കുടിക്കാത്തോണ്ടാ. കുടിച്ചിട്ടില്ലേ നീ പൊടി കയറ്റി കാണും, ഇല്ല ഗുളി അടിച്ചു കാണും. ബോധവും പൊക്കണോ ഇല്ലാതെ നിന്നോണ്ട് ലേശം കള്ളു മോന്തിയനെ എന്നെ ശാസന മേടിക്കും. അവനെ മാത്രമായിട്ട് പറയണ എന്തിന്? കഞ്ചാവും പൊടിയും കണ്ണി കണ്ടതും കച്ചവടവും ചെയ്ത് ചുമ്മാ കറങ്ങി നടക്കാനല്ലാതെ എന്തിനു കൊള്ളാമടാ നിന്നെയൊക്കെ. ഭൂമിയിലുള്ള സർവ്വ ഭാഷയും പറയും, സകല കൊള്ളരുതഴിയും കാണിക്കും. ആ അരേന്റെ വടക്കേലെ വിൽസനെ പോലെയോ ചെറുപൂണിക്കലെ ഗോപിയെ പോലെയോ 4-5 പയ്യന്മാരൊഴിച്ച് ബാക്കി എല്ലാവനും ഇന്നിവിടെ പോക്കാം, നീ ഉൾപ്പെടെ. ആ പറഞ്ഞു വിടറേ, പെറ്റവള് നീ തന്നെ. അപ്പൊ നീ തന്നെ പറഞ്ഞു വിടും. ഒരു പണിയും ചെയ്യാതെ എങ്ങനെയാണമ്മേ കഴിഞ്ഞ സീസണിൽ ഞാൻ 12,000 രൂപ ഉണ്ടാക്കിയത്? എന്നിട്ടതെവിടെ? ആ കാശ് കൊണ്ടല്ലോ ഈ വീട് ഓടി മേഞ്ഞത്, കാണുന്നില്ലേ? കാശാവുമ്പം വരും പോവും. 12,000 എന്നുള്ളത് ഇനിയൊരു സീസണിൽ ചിലപ്പോ 1 ലക്ഷമായിരിക്കും. പൊടി വ്യാപാരത്തിൽ 1 ലക്ഷം ലാഭം പോടാ. അമ്മ സീസൺ ഒത്തു കിട്ടുകയും ലക്ക് അടിക്കുകയും കൂടെ ചെയ്താൽ ഈ വീട് ഓടല്ല പൊന്നുകൊണ്ട് മേയാനുള്ള കാശായിരിക്കും ചിലപ്പോ വന്നുപെടുന്നത്. അറിയാവോ? വല വലിച്ചേർന്ന രാജേന്ദ്രന്റെ നില എന്താ? വലിയ കാസി എങ്ങനെയാ കാസിയും കോൺട്രാക്ട് ആയത്? അങ്ങനെ ഇപ്പൊ നീ വലിയവനാകണ്ട, അങ്ങനത്തെ കാശും ഇവിടെ ആർക്കും വേണ്ട. നന്നായി പോയി, നന്നായി പോയി, നന്നായി പോയടി ചെല്ലമ്മേ. പൊടി വ്യാപാരം കൊണ്ടൊരു ലക്ഷപ്രഭു. കാണിച്ചു തരുന്നതിന് കമ്മീഷൻ വേറെ, കച്ചവടം നടന്നാൽ അതിന്റെ കമ്മീഷൻ വേറെ. ചേട്ടാ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെയും പുറു പറഞ്ഞത് ഇതെന്തോ പറയവാ, ഈ കയറ്റമെല്ലാം കേറിയിട്ട് അവിടെ ചെന്നിട്ട് 1-2 പറഞ്ഞ് തെറ്റി കച്ചവടം നടന്നില്ലേ നിങ്ങൾക്കിങ്ങ് പോരാ. കണ്ണും കാണാതെ ഞാനിവിടെ പെട്ടുപോയാലേ കറക്കവാ മോനെ. അതാ അതിന്റെ കമ്മീഷൻ വേറെ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ട് ഒരു തൊയ്യങ്ങ് വെച്ചിരുന്നു. ശരി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വീട് പോയി കയറട്ടെ. So, How many kilos you want? you're ready with stuff? Yeah. I need up to 5 kilos. Can you supply? We give 1 kilo. Agreed. If it is 1 kilo, no 1.5 lakh. I give you 1 lakh rupee plus 25,000 rupee. No, 1 kilo 1,50,000 you told. No bargain. I give you 1 lakh rupee plus 25,000 rupee. See, this business is... You supply bulk. I give you more rupee. Risk same. To carry both. Same for 1 kilo and 100 kilo. എന്തിനാ അവനിരുന്ന് ചെലപ്പെടുന്നത്? ഇപ്പൊ അവൻ പറയുന്നത് 1 കിലോ ആണെങ്കിൽ അവൻ 1.5 ലക്ഷം തരികയില്ല, 1.5 ലക്ഷം രൂപയെ തരത്തുള്ളൂ എന്ന്. സാധനം കൂടുതലുണ്ടെങ്കിൽ വിലയും കൂട്ടി തരാമെന്ന്. കാരണം 1 കിലോ ആയാലും 100 കിലോ ആയാലും പിടിച്ചാൽ റിസ്ക് ഒരുപോലെ ആയതുകൊണ്ട് കൂടുതൽ കിട്ടിയാലേ കൂടുതൽ കാശ് മുടക്കുള്ളൂ എന്നാ സാഹിബ് പറയുന്നത്. അവൻ പറയണത് കാര്യം തന്നെ. 1.25 1.25 കാശുണ്ടോന്ന് ചോദിച്ചു. Okay. When you want stuff? In 1 week. 7 days. We go after 1 week. All right. We give you powder in 1 week. But you got cash? Yeah. കാണണമെന്ന് പറയണ്ട. We want to see. What? Your cash. Because we take money loan. Interest. Heavy interest. So... ഈശോയെ, ഡോളറാ? This come to 10 or 15 lakh Indian rupees. എടാ ഇവൻ തിമിംഗലമാടാ. അതെ അണ്ണാ. Hey, Merlin! Come, let's go. Okay, guys. You've got 7 days. Yeah, we get you stuff in 1 week. Hmm.